JavaScript truthy values, falsy values എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് falsy values എന്താണെന്ന് നോക്കാം. Falsy values എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് 0 ഒരു falsy value ആണ്, empty string ഒരു falsy value ആണ്, undefined ഒരു falsy value ആണ്, null ഒരു falsy value ആണ്, അതുപോലെ not a number. ഇത്രയും ആണ് മെയിൻ ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന falsy values. നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ falsy value, truthy values എന്ന് പറയുന്നത് ബൂളിയൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബൂളിയൻ ട്രൂ ആണ് ട്രൂത്തി വാല്യൂസ്, ബൂളിയൻ ഫോൾസ് ആണ് falsy values. അപ്പോൾ നമുക്ക് ബൂളിയനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ടൈപ്പ് കൺവേർഷൻ, ടൈപ്പ് കോവേർഷൻ ഒക്കെ. ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് കോവേർഷൻ ചെയ്യും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൂളിയനായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഓരോന്നും പ്രിന്റ് ചെയ്ത് നോക്കാം ബൂളിയൻ്റെ അകത്ത് എന്താണ് വരുന്നതെന്ന്. empty string, undefined, null, not a number. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. 0 false ആണ്, empty false ആണ്, undefined false ആണ്, null false ആണ്, അതേപോലെ not a number false ആണ്. ഇതെല്ലാം falsy values ആണ്. ഓക്കെ, അപ്പോൾ 0, empty, undefined, null, not a number ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് വരുന്നത് falsy വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രൂത്തി വാല്യൂസ് നോക്കാം. ഇതിൻ്റെ യൂസ് കേസസ് പറഞ്ഞുതരാം. ട്രൂത്തി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അതായത് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 0, 0യെക്കാട്ടിലും വലിയ നമ്പേഴ്സ് എല്ലാം ട്രൂത്തി വാല്യൂസ് ആയിരിക്കും. അതുപോലെ എംടി അല്ലാത്ത സ്ട്രിങ് ട്രൂത്തി വാല്യൂ ആയിരിക്കും. അതേപോലെ ഒബ്ജക്റ്റുകൾ എന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. ഒബ്ജക്റ്റുകളും ട്രൂത്തി വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കാം. അതേപോലെ ഒരു സ്ട്രിങ് എംടി അല്ലാത്ത സ്ട്രിങ്, അതേപോലെ ഒരു ഒബ്ജക്റ്റ്. നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കും, നമ്പർ 0യെക്കാട്ടിലും വലിയ നമ്പറും ട്രൂ ആണ്, സ്ട്രിങ് എംടി സ്ട്രിങ് അല്ലാത്ത ട്രൂ ആണ്, അതേപോലെ ഒബ്ജക്റ്റും ട്രൂ ആണ്. ഇതാണ് ട്രൂത്തി വാല്യൂസും ഫോൾസി വാല്യൂസും ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ എഴുതാമെന്ന് വിചാരിക്കുക, ഒരു ഇഫ് കണ്ടീഷനകത്തൊരു ബ്രാക്കറ്റിനകത്തൊരു കണ്ടീഷൻ കാണും, അതേപോലെ മോസ്റ്റ്ലി അതിനൊരു എൽസ് പാർട്ടും കാണും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ചോക്ലേറ്റ്സ് നോക്കാം. എൻ്റെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ചോക്ലേറ്റ്സ് ഇഫ് കണ്ടീഷനകത്ത് ഇട്ടു, എന്നിട്ട് കൺസോൾ ലോഗ് കൊടുക്കുന്നു. യെസ്, ഐ ഹാവ് ചോക്ലേറ്റ്സ്. No, I don't have anything. ഓക്കെ, ഇത് ഞാനിപ്പോൾ സേവ് ചെയ്താൽ എന്ത് സംഭവിക്കും? സേവ് ചെയ്താൽ നമ്മൾ എന്താണ് കണ്ടീഷൻ എഴുതി വെച്ചിരിക്കുന്നത്? നമ്പർ ഗ്രേറ്റർ ദാൻ 0, നമ്പർ 0യെക്കാട്ടിലും വലുതുള്ളത് ട്രൂത്തി വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ ട്രൂ ആവും. ചോക്ലേറ്റ്സിൻ്റെ നമ്പർ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ആയതിനാൽ ഈ ഇഫ് കണ്ടീഷനകത്തോടെ കയറത്തുള്ളൂ. നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. ഇതാ നോക്കാം, യെസ് ഐ ഹാവ് ചോക്ലേറ്റ്സ് എന്ന് തോന്നുന്നു. ഇതേ കേസ് നമ്മളിപ്പോൾ നമ്പർ 0 ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ഉള്ളത് മാത്രമേ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കണ്ടീഷനകത്ത് ഓൾവേസ് ഇന്റേണലി അതിൻ്റെ അകത്ത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ട്രൂ ആകാം, ഫോൾസ് ആകാം, ട്രൂത്തി വാല്യൂ ആകാം, ഫോൾസി വാല്യൂ ആകാം. അത് കാരണം കണ്ടീഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ്സിൻ്റെ കൗണ്ട് നമ്മൾ 0 എന്ന് കൊടുത്തത്, ഒരു ചോക്ലേറ്റ്സും ഇല്ല എങ്കിൽ
നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ ട്രൂ ആവത്തുള്ളൂ. നമ്പർ 0 ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. കാരണം എന്താണ്? ചോക്ലേറ്റ്സ് ഈക്വൽ ടു 0 ആണ്. 0 ആണെങ്കിൽ ഫോൾസ് വാല്യൂ ആയിരിക്കും. അപ്പം ഇഫ് കണ്ടീഷൻ ട്രൂ ആവത്തില്ല, അത് ഫോൾസ് ആവത്തുള്ളൂ. അതിനാൽ എൽസ് കേസിലേക്ക് പോകത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ നോക്കാം. ലെറ്റ് ഫ്രൂട്ട് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഇടുന്നു. ഓക്കെ, ഇഫ് ഫ്രൂട്ട് നെയിം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് നെയിം അവൈലബിൾ, എൽസ് ആണെങ്കിൽ നോ ഫ്രൂട്ട് നെയിം. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വേരിയബിളിനെ നമ്മൾ എഴുതി, പക്ഷെ ആ വേരിയബിൾ നമ്മൾ വാല്യൂ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വാല്യൂ ഒന്നും സെറ്റ് ചെയ്യാതെ വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ട് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതൊരു ഫോൾസി വാല്യൂ ആണ്. അപ്പോൾ ഈഫ് കണ്ടീഷൻ ട്രൂ ആവില്ല. അപ്പോൾ എൽസ് കണ്ടീഷനിലേക്ക് ഇതിൻ്റെ വാല്യൂ പോകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്നത് നോ ഫ്രൂട്ട് നെയിം അവൈലബിൾ എന്നായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം, നോ ഫ്രൂട്ട് നെയിം അവൈലബിൾ. അതേസമയം നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആപ്പിൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് നെയിം അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇഫ് കണ്ടീഷൻ്റെ അത് കയറും. ഇഫ് ഫ്രൂട്ട് നെയിം അവൈലബിൾ ആണ്, കാരണം ഇതിന് വാല്യൂ സെറ്റാണ്. എം ടി അല്ലാത്ത ഏത് സ്ട്രിങ്ങും ട്രൂ ആണ്, ട്രൂ വാല്യൂ ആണ്. അതിനാൽ തന്നെ ഈ കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആവും. അതുകൊണ്ട് ഇതിനകത്ത് കയറി റൺ ആവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ജാവാസ്ക്രിപ്റ്റിൽ ട്രൂത്തി വാല്യൂയും ഫോൾസി വാല്യൂസും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കണ്ടീഷൻസ് എഴുതുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ് ഐ ഈക്വൽ ടു 0. നമുക്ക് ഒരു ലൂപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എക്കോ കൺസോൾ ലോഗ് ലെസ് ദാൻ 9. ഓക്കെ, ഞാൻ ഇതൊരു നോർമൽ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇഫ് ഐ ഈക്വൽ ടു ഐയുടെ വാല്യൂ നമ്മൾ 10 എന്ന് സെറ്റ് ചെയ്തു. ഇനി ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 9 എന്ന് പ്രിന്റ് ആവണം, എൽസ് ആണെങ്കിൽ ലെസ് ദാൻ 9 എന്ന് പ്രിന്റ് ആവണം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്, പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഐ ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ ട്രൂ ആയിരിക്കും ബൂളിയൻ വാല്യൂ, ലെസ് ദാൻ 9 ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ 9 ആയത് കാരണം ഇതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. അത് കാരണം ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ റൺ ആവും, അല്ലെങ്കിൽ അകത്തുള്ള എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് റൺ ആവും. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ 9 എന്ന് വന്നു, കാരണം ഐയുടെ വാല്യൂ 10 ആണ്. നമ്മളിത് ചേഞ്ച് ചെയ്ത് 5 ആക്കി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ 9 ആവും, കാരണം ഐ ഗ്രേറ്റർ ദാൻ 9 എന്നുള്ളത് ഫോൾസ് ആണ്. അത് കാരണം ഇഫ് കണ്ടീഷനകത്ത് കയറത്തില്ല, എൽസ് കണ്ടീഷനകത്തേക്ക് കയറും. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.